السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. يا أكرم الخلق ما لمن ألوذ به سواك عند أولول العاجز العميم ولن يضيق رسول الله جاءوك به إذا الكريم تهلى باسم منتقم. يا نفسي لا تقنطي من ذلة الظلمات إن الكبائر في الغفران كالأمم. يا ربي واجعل رجائي غير منقص لديك واجعل حسابي غير منهرم. جلك مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യം പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഒരുപാട് കേൾക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്, പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ റബീഅ നബിതങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാകപ്പെട്ട റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് ആ ഒന്നാമത്തെ രാത്രി, ഒന്നാമത്തെ റബീഉൽ അവ്വൽ വന്നു. അന്ന് നമ്മൾ ഒരു സൂറത്ത് ഓതണം, ഒരു ആയത്ത് ഓതണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഈ അടുത്ത് ഒരു ചെറിയ ചെറുപ്പക്കാരനിക്ക്, നവാസ് എന്നുള്ളതായ ഒരു ചെറുപ്പക്കാരനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ വേണ്ടി സാധിച്ചു. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ എല്ലാ സുന്നത്തും മുത്തുനബിയെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ വുളൂഇന്റെ സുന്നത്താട്ട്, കുളിയിന്റെ സുന്നത്താട്ട് എല്ലാ സുന്നത്തുകളും അന്ന് പാലിച്ച് കിടന്നുറങ്ങിയപ്പോഴാണ് എനിക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. നോക്ക്, നമ്മൾ കുളിക്കാറുണ്ട്. കുളിക്കുന്ന അവസരത്തിൽ ഖിബിലക്ക് മുന്നിലുള്ള സുന്നത്തുണ്ടല്ലോ. ആരാണത് ചെയ്യുന്നത്? വലഭാഗത്തിലേക്ക് വെള്ളം വെത്തൽ സുന്നത്തുണ്ടല്ലോ. കുളിക്കു മുമ്പ് തശഹൂദ് സുന്നത്തുണ്ടല്ലോ. കുളിച്ച ശേഷം ഉണ്ടല്ലോ വുളൂ സുന്നത്തുണ്ടല്ലോ. ഇതെല്ലാം ചെയ്തു. ഇങ്ങനെ എത്രയെത്ര സുന്നത്തുകളാണ് നമ്മൾ ഒഴിവാക്കുന്നത്. എങ്ങനെയാണ് മുത്തുനബിയെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി കഴിവിന്റെ പരമാവധി, നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ആ സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തു മോമിനീങ്ങളെ, നമ്മൾ സലാത്ത് ചൊല്ലാറുണ്ട്. അല്ലാഹു ഒരുപാട് സലാത്തുണ്ട്. സലാത്ത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും ഇബ്രാഹിമിയ സലാത്തല്ല മറ്റ് ഏത് സലാത്ത് വേണമെങ്കിലും ചൊല്ലിക്കോളാം. എന്നാൽ ഒരാൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽഫ മറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി ഖൽഖില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? പടച്ചത അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ ഗുണം ചെയ്യണേ, സലാത്ത് ചൊല്ലണേ.
അൽഫ മറ 1000 പ്രാവശ്യം അവൻ ചെല്ലിനെത്തര ഒരു പ്രാവശ്യം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽഫ മറ. എന്നാൽ 1000 സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലിയുണ്ടോ? രണ്ടാമത്തെ സ്വലാത്തല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബിഅദദി ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണപ്രകാരം മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ അല്ലാഹ്, സ്വലാത്ത് ചൊല്ലണേ അല്ലാഹ്. അള്ളാഹിന്റെ സൃഷ്ടികൾ എത്രയുണ്ട്? മൃഗങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അതെല്ലാം എണ്ണത്തിന്റെ പ്രകാരം നീ മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ചൊല്ലണേ എന്ന് ചൊല്ലിയാൽ അത്രയേറെ സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലി കിട്ടോ? വലിയൊരു ചർച്ചാ വിഷയം ഫിഖ് ഗ്രന്ഥങ്ങളിൽ, ബഗിയ, ഫതാവ, ഇതിലെല്ലാം കാണാം. ബഹുമാനപ്പെട്ട ഇബ്നുൽ അജർ ലൈതമി റഹിമഹുല്ലാ പറയുകയാണ്, അവനിക്ക് അത്ര ചെല്ലിയ കൂലി കിട്ടും. എങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽഫ മറ, സലാത്തു ഹിസ്ബുൽ ബാർ. ജുമാ ദിവസത്തിൽ അൽ കഹഫ് സൂറത്ത് ഓതിയതിനു ശേഷം അവിടെ ഒരു സലാത്ത് കാണുന്നുണ്ടല്ലോ, അധികവും സലാത്ത് ഇങ്ങനെയല്ലേ, അൽഫ മറ. എന്നാൽ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, നമുക്ക് സമയമില്ല. ഈ ഒരു സലാത്തെങ്കിലും ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽഫ മറ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി ഖൽഖില്ലാ. എന്നാൽ ഈ സ്വലാത്താണ് ഏറ്റവും ഇത്രയേറെ എണ്ണത്തിന്റെ, എത്രമായ എണ്ണമാണോ പറഞ്ഞത് ആ എണ്ണത്തിന്റെ അനുസരിച്ച് സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലി കിട്ടും. ഇതാണ് ഇബ്നുൽ അജർ ലൈതമി തങ്ങളുടെ അഭിപ്രായമാണ്. ഇമാം റംലി ഇമാം പറയുന്നു, അതിൽ കുറച്ച് ചിന്തിക്കാനുണ്ട്. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിട്ട് അടുക്കലാണ്. റസൂലുള്ളാഹിനെ കണ്ടവരാരുണ്ട്? റസൂലുള്ളാഹിനെ പിൻപറ്റണമെന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്. സ്നേഹിക്കാനുള്ള മാനദണ്ഡം 3ആണല്ലോ. ഒന്ന്, അവന്റെ ഭംഗി നോക്കിയിട്ടാണ്, ഭംഗി സൗന്ദര്യം നോക്കിയിട്ടാണ്. വാജ്മലു മിൻക ലം തലിദുൻ ബൈത്തുണ്ടല്ലോ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭംഗിയുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭംഗിയുള്ളവനാണല്ലോ ജമാൽ. ആരാണ് അങ്ങനെയുള്ള ഭംഗിയുള്ള ഒരു സ്റ്റൈലുള്ള ആള്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് കുറച്ച് വെള്ളം വലിച്ചാൽ ശരീരമാകെ പോകും. നല്ല നൈസുള്ള, നല്ല ചന്തമുള്ള, സൗന്ദര്യമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിന്റെ വിഷയത്തിൽ എങ്ങനെയല്ലേ? എന്നാൽ രണ്ടാമത്തത് സ്നേഹിക്കാനുള്ള മാനദണ്ഡം സ്വഭാവമാക്കിയിട്ടാണ്. സ്വഭാവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മുത്തുനബി വണ്ണമായ സ്വഭാവത്തിലാണ്. എന്തൊരു സ്വഭാവമാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം! റസൂലുള്ളാഹിന്റെ സ്വഭാവം, റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞവരില്ലേ? റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണ സ്ഥലമില്ലേ? മുത്തുനബിയോട് പറഞ്ഞുവല്ലോ, അതാ മുത്തുനബിയോട് പറഞ്ഞല്ലോ, നാടിനെ ഞാൻ നശിപ്പിക്കട്ടെ നബിയെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞവർ അറിയാത്തവരാണ്, അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിന്റെ വീട്ടിൽ ഒരു മനുഷ്യൻ മൂത്രിച്ചപ്പോൾ തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് വൃത്തിയാക്കില്ലേ? അതല്ലേ മുത്തുനബി? മുത്തുനബിനെ കാണുമ്പോൾ എല്ലാ ജീവികളും റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നിട്ട് സലാം പറയുമല്ലോ. എന്തൊരു സ്വഭാവമാണ്! മുത്തുനബിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, ഞാൻ മുസ്ലിമാകണമെങ്കിൽ എനിക്കൊരു സമ്മതം തരണം, വിഭജിക്കാൻ സമ്മതം നൽകണം. മുത്തുനബി പറയുന്നു, നിനക്ക് ഉമ്മയില്ലേ? നിന്റെ സഹോദരി ഉണ്ടല്ലോ, വലിയൊരു സംഭവമാണ്. എന്നിട്ട് അവരെ വിഭജിക്കാൻ നിനക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതുപോലെ എന്നല്ലേ മറ്റൊരെയും വിഭജിക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മുസ്ലിമായില്ലേ? സ്വഭാവം കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം. മൂന്നാമത്തത് ഗുണം. എന്തൊരു ഗുണം ചെയ്താണല്ലോ സ്വഭാവം ഒരാൾ സ്നേഹിക്കാനുള്ള മാനദണ്ഡം. നോക്ക്, അന്തവും മുന്നംഹബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഉസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങൾ ഉമ്മയാണോ ഉപ്പയാണോ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയേറെ ഗുണം ചെയ്യുന്നത് എത്ര ഗുണമാണ്! സ്വഹാബത്തിന്റെ മധ്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഓ സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്.
അല്ലേ? ഞാൻ നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ. കാരണം നോക്ക് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സയ്യിദനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ആ ദുആ എല്ലാം അവർ ദുആർന്നു കഴിഞ്ഞു. ഞാൻ എന്റെ ദുആ എന്റെ ദുആനെ ഞാൻ ഒരുക്കി വെച്ചത്, സൂക്ഷിച്ചു വെച്ചത് ആരിക്കാണ്? ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ഓരോ നബിക്കും ദുആ ഉണ്ട്. ദുആ എന്നാൽ അപ്പോൾ തന്നെ ഉത്തരം നൽകും. റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വിട്ടല്ലോ, എന്നിട്ട് പറഞ്ഞല്ലോ റസൂലുള്ളാഹിനെ ചവിട്ടിയല്ലോ. അങ്ങനത്തെ ചരിത്രമില്ലേ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. എന്നിട്ടും മുത്തുനബി അവിടെ പ്രാർത്ഥിച്ചില്ലല്ലോ. മുത്തുനബി എല്ലാ ദുആനെയും ഒരുക്കി വെച്ചത് എന്റെ അടിമകൾ, എന്റെ ഉമ്മത്തീങ്ങൾ നാളെ മഹ്ശറിൽ വരും, അവർക്ക് ശഫാഅത്ത് ചെയ്യണ്ടേ? യാ അല്ലാഹ്, അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ദുആനെ ഒരുക്കി വെച്ചത്. സലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാകുന്ന മാസം കുട്ടികൾ പാട്ട് പാടാറുണ്ട്, മദ്ഹ് പറയാറുണ്ട്, മൗലീദ് നടക്കാറുണ്ട്, വീട്ടിലും നാട്ടിലും പള്ളിയിലുമെല്ലാം. അതേ റസൂലുള്ളാഹിനെ സ്നേഹിച്ച വലിയൊരു സ്വഹാബിയാണല്ലോ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ വേണ്ടി, മദ്ഹ് പറയാൻ വേണ്ടി, അവിടെ പുകഴ്ത്തി പറയാൻ വേണ്ടി, നബി തങ്ങളുടെ മദ്ഹിന് വേണ്ടി ആരെങ്കിലും ഒരു ദിർഹം ചെയ്താൽ കാന റഫീഖി ഫിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിന്റെ മേൽ മുത്തുനബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. പരിശുദ്ധ റബീഇന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഓതേണ്ട സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക്. മാസപ്പിറവി കണ്ട ഉടനെ മുൽക്ക് സൂറത്ത് ഓതാ. 30 ആയത്തുള്ള സൂറത്തുൽ മുജാദല. തർക്കിക്കുന്ന സൂറത്ത് നിന്നെ ഖബറിൽ വെച്ചാൽ പോലും അത് തർക്കിക്കും. ഹൂറിൽ നിന്നുള്ള സ്ത്രീകൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മാസപ്പിറവി കണ്ടാൽ, നാളെ 1 എന്ന് കണ്ടാൽ, തക്ബീർ ചൊല്ലിയാൽ, അല്ലെങ്കിൽ മാസപ്പിറവി കണ്ടാൽ, നിലാവ് കണ്ടാൽ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറക സൂറത്ത്. പ്രിയപ്പെട്ട മുത്തുമോമിയങ്ങൾ, അതിന് ശേഷം ഒരു ആയത്ത് കഴിയുമെങ്കിൽ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇവരായത്ത് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.